Once again, good morning, my dear students, and we are going to the next session of business management. And കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്പെസിഫിക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, സ്പെസിഫിക് പേഴ്സൺസിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് 7 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. And after that we have also studied why there is a growing concern for social responsibility. Growing concern, growing importance എന്തുകൊണ്ടാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ടോപ്പിക്കാണ്. അതായത് there are different experts and there are different economists and there are different business experts who are arguing against and in favor of this social responsibility. Corporate social responsibility എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് എതിരായും അനുകൂലമായും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് എക്സ്പേർട്സുകൾ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരതിനെ അനുകൂലിക്കുന്നത്? ഈ പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു ഹെഡിങ്ങിൽ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ദിസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആൻഡ് ആദ്യം നമുക്ക് കാണാനുള്ളത് ഫോർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഫോർ മീൻസ് in favor of corporate social responsibility, or what are the important opinions and what are the important suggestions made by experts in favor of this corporate social responsibility എന്നുള്ള ഹെഡിങ് ആണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സിനെ കുറിച്ച്, അനുകൂലിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതിൽ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് creation of a society. Creation of a society, and it helps in this social responsibility will help for the creation of a society. Creation of society means we can improve and we can maintain the standard of living of various people in society through these business organizations. And organizations can help the society to improve their standard of living and to grow in certain extent. In the case of its modern appliances, modern ways of living and all these things. So അങ്ങനെ ഒരു നല്ലൊരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു പരിധി വരെ എന്ത് സഹായകമാകും എന്നുള്ളതാണ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സഹായകമാകും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് എ ബിസിനസ് എൻ്റർപ്രൈസ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി സൊസൈറ്റി, ആൻഡ് ദ സൊസൈറ്റി produces all types of inputs: men, money, material, technical know-how, information, etc. And previously we have studied that a business organization acquires all type of resources from the society, like men, material, money and all other resources. And it is society which is wholeheartedly supplies all these type of resources. So it's a responsibility of a business organization to return its reward to the society in various ways, like quality goods and reasonable prices and good services and in all these kinds. Okay, likewise the business organization can help in the creation of a good society. നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കുന്നതിൽ ആർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്ന ആദ്യത്തെ റീസൺ. അതായത് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്ന ആദ്യത്തെ റീസൺ. ആൻഡ് ദ സെക്കൻഡ് റീസൺ ഈസ്, it's a simple term but it contains a lot of meaning, that is trusteeship. And what do you mean by trusteeship? എന്താണ് trusteeship? Trusteeship means here who is the trustee?
ആരാണ് ട്രസ്റ്റി? ട്രസ്റ്റിഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോ, ട്രസ്റ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ സംഭവം? അതായത് കുറേ വസ്തുക്കളോ അല്ലെങ്കിൽ പണമോ ആരുടെയെങ്കിലും കയ്യിൽ വിശ്വസ്തമായിട്ട് ഏൽപ്പിച്ച് അവരോട് അതുകൊണ്ട് ചെയ്യാവുന്ന ഏതെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പർപ്പസോ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ട്രസ്റ്റീസ്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന് വിളിക്കുന്ന പേരാണ് ട്രസ്റ്റ്. ഇവിടെ ആരാണ് ട്രസ്റ്റി? എന്താണ് ട്രസ്റ്റ്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രസ്റ്റിന് നമ്മൾ രൂപം കൊടുക്കുന്നത്? അതായത് ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ട്രസ്റ്റി ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ട്രസ്റ്റിയാണ് ആര്? ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് acquires various resources from the society and it is kept in safe custody in the hands of the business concern, and it should be exploited in the greater extent and in the optimum level, and it should not be deteriorated, it should not be damaged, and it should be returned to the society itself in a good manner. That is this trusteeship. സൊസൈറ്റി ഉണ്ടാക്കുന്ന എന്താ പറയുക, പല വിധത്തിലുള്ള റിസോഴ്സുകൾ ആര് ഏറ്റെടുക്കുന്നു? ബിസിനസ് ഓർഗനൈസേഷനുകൾ ഏറ്റെടുക്കുന്നു. അത് മനുഷ്യന്മാരുടെ രൂപത്തിലായിരിക്കാം, അതായത് ലേബറേഴ്സിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ പൈസയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ടെക്നോളജിയുടെ രൂപത്തിലായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതേസമയം അത് നശിപ്പിച്ചു കളയാൻ ആർക്ക് അനുവാദമില്ല? ബിസിനസ് ഓർഗനൈസേഷനുകൾക്ക് അനുവാദമില്ല. അത് ബിസിനസ് ഓർഗനൈസേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റീസാണ്, ട്രസ്റ്റിലെ മെമ്പേഴ്സാണ്, ട്രസ്റ്റീസാണ്. അവരെന്ത് ചെയ്യണം? അത് വളരെ കെയറോടുകൂടി, നമ്മളിപ്പോൾ വേറെ നമ്മുടെ തന്നെ ഒരു വസ്തുവാണെങ്കിൽ നമ്മൾ അതിനധികം കെയർ കൊടുത്തു എന്ന് വരില്ല. അതേസമയം വേറൊരാളുടെ വസ്തു നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും? കൂടുതൽ കെയർ കൊടുക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ സ്വന്തം വസ്തു അല്ലാത്തത് കൊണ്ട് അല്ലേ? അത് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രേറ്റർ കെയർ നമ്മളവിടെ. അതുപോലെ തന്നെയാണ് ഇവിടെ സൊസൈറ്റിയുടെ സംഭവമാണ്, സൊസൈറ്റിയുടെ റിസോഴ്സുകളാണ് ആരുപയോഗിക്കുന്നത്? ബിസിനസ് ഓർഗനൈസേഷനുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ കെയറോടുകൂടി വളരെ വിജിലൻ്റായിട്ട് അത് യൂസ് ചെയ്യാനും അത് മാക്സിമം അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം അതിനെ എക്സ്പ്ലോയിറ്റ് എന്നുള്ള വാക്ക് ചിലപ്പോൾ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്ന് വരും. അതിന് പകരം അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തി അതിൻ്റെ എന്താ പറയുക ഇരട്ടി മടങ്ങായിട്ട് അതിനെ തിരിച്ച് സൊസൈറ്റിയിലേക്ക് തന്നെ കൊടുക്കേണ്ട ട്രസ്റ്റികളാണ് ആര്? business organizations. So this trusteeship can be evidenced with the help of corporate social responsibility. Okay, so that's the second point. And the third point is that long-term business interest. Long-term business interest, and this point we have studied in the previous topic, that is long-term business interest. Why we should think about corporate responsibility എന്നുള്ള ഒരു റീസൺ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു. There is a greater demand for corporate responsibility because always there is a long-term interest for business. Business concerns are established by the businessmen with an intention to maintain it for a long time. And it should not be wound up in a immediately or in an emergency, because there is always a long-term interest for the business person. അപ്പോൾ ആ ഒരു ലോങ് ടേം ഇൻട്രസ്റ്റ് സാധ്യമാകണമെങ്കിൽ there should be clear cut activities for performing this corporate social responsibility, and timely performance of social responsibilities is in the long run to the best interest of the enterprise, and it helps sustainable growth of the enterprise. A business firm spends funds on education which will yield good fruits in the form of well educated and skilled manpower.
അല്ല, ഒരു ചെറിയൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് റെഡി ടു സ്പെൻഡ് സ്മോൾ എമൗണ്ട്സ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദെയർ ഓൺ എംപ്ലോയീസ്, for giving them adequate training and for giving them extra awareness or extra knowledge regarding their job and regarding their activities, after a long time they will have and they can acquire a good group of knowledge and efficient and qualified employees. അല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ആൻഡ് ഓൾ ദ ഫങ്ഷൻസ് വിൽ ബി പെർഫോംഡ് ഇൻ എൻ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് manner. So such a long term interest should be there inside a business organization. Then only they can maintain their business and then they can have a sustainable growth. And what in by sustainable growth? ആദ്യത്തെ കുറച്ച് കൊല്ലം നല്ല ഗ്രോത്ത്, പിന്നെ ഗ്രോത്തേ ഇല്ല. അതാണോ സസ്റ്റൈനബിൾ ഗ്രോത്ത്? അല്ല. എന്താ പറയുക, ഗ്രാജുവലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, ഗ്രാജുവലായിട്ടുള്ള ഗ്രോത്ത്. പെട്ടെന്നൊരു ഗ്രോത്തോ അല്ലെങ്കിൽ പെട്ടെന്നൊരു വീഴ്ചയോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് പകരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വൺ സ്റ്റെപ്പ് ആഫ്റ്റർ അനദർ സ്റ്റെപ്പ് അങ്ങനെ നമ്മൾ പടി കയറി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടായിട്ട് എന്ത് വേണമെന്നാണ് പറയുന്നത്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ജോയിൻറ്റ് വെഞ്ചർ കൺസെപ്റ്റ്. Joint venture concept. And what do you mean by a joint venture? Joint venture means a group of persons, they are contributing towards the capital of a project and capital of a business concern, and all of them together conducts the business, and that concept is known as joint venture. And here, while discussing the advantages and while discussing the reasons for arguing for social responsibility, we can say that a business organization is always a joint venture. By avoiding the interest of any group of party like employees or consumers or suppliers, we cannot move together and we cannot process together. And this joint venture is very essential. ചിലപ്പോൾ പൈസ എടുക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. അതേസമയം പൈസ എടുക്കുന്നവർ മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പൈസ എടുക്കുന്നവരെ കൊണ്ട് മാത്രമേ അതിലത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയാനായിട്ട് പറ്റില്ല. ബാക്കിയുള്ളവരും ഇപ്പോൾ എന്താ പറയുക, എംപ്ലോയീസ് വേണം. എംപ്ലോയീസ് ഇല്ലാതെ നമുക്കൊരു ഓർഗനൈസേഷനും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ഇല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയോ ഇല്ല. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ തീർച്ചയായിട്ടും അതൊരു ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. ആ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തവിടെ നടത്തപ്പെടണം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ നേരത്തെ ഒരുപാട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എംപ്ലോയീസിനോടും കൺസ്യൂമേഴ്സിനോടും കാണിക്കേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇത് ഓരോന്നും പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്ന സങ്കല്പവും അതോടൊപ്പം തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അവിടെ എന്താക്കപ്പെടുള്ളൂ, പൂർത്തിയാക്കപ്പെടുള്ളൂ എന്നുള്ളത്. ആൻഡ് ഇൻ ഫാക്ട് it functions as a joint venture, and the different groups contributes their share in retaining the goals, and its goals is not mere profit maximization, rather it stands for optimization of profits. പ്രോഫിറ്റ് മാക്സിമൈസേഷന് പകരം പ്രോഫിറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്തിലൂടെ നമുക്ക് കാഴ്ചവെക്കാം? ഈ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, ഫിഫ്ത്ത് വൺ ഈസ് ദാറ്റ് പബ്ലിക് ഇമേജ്. Almost all the experts are arguing for this corporate social responsibility because they know that the business organizations practicing this CSR, they will have a good public image and they can build up a good image and a goodwill before the general പബ്ലിക് എന്നുള്ളത് അവർക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നത്?
വാദിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ആൻഡ് വാട്ട് യു മീൻ ബൈ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ? എന്താണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ? ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ബിസിനസ്മെൻ ഡസൻ ലൈക്ക് ടു ഹാവ് an intervention from the part of the government, and it is compulsory, and it is always correct that whenever there is a complaint from the customers or from the employees regarding the business environment and regarding the working environment, there will be necessarily an intervention from the government. And അതുകൊണ്ട് തന്നെ ഒരു വിധം ബിസിനസ് ഓർഗനൈസേഷൻസും എന്ത് ഇല്ലാതെ നോക്കുകയാണ്, ആവുന്നത്ര ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആരന്വേഷിക്കും? ഗവൺമെൻറ് അന്വേഷിക്കും. ഗവൺമെൻറ്റിന് അതിനുള്ളൊരു ലീഗലായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, അല്ലേ? ആൻഡ് ദർ ഇസ് എൻ ഇമ്പോർട്ടൻ്റ് ആക്ട് നോൺ ആസ് കമ്പനീസ് ആക്ട്. And almost all companies are governed by the rules and regulations contained in the Companies Act. So, almost all the business concerns, including companies, they are afraid of all these legal steps taken by central or state government. അപ്പോൾ തീർച്ചയായിട്ടും അതില്ലാതെ പോകാൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് നടത്താം? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് നടത്താം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ആംപിൾ ഫിനാൻഷ്യൽ റിസോഴ്സസ്. Ample financial resources. And what do you mean by the word ample? What's the meaning of ample? Ample means enough. Enough financial resources for conducting a good business in a society. The business person should acquire that much finance, that much money from the society, and they can acquire സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് അക്വയർ ഇറ്റ് ഫ്രം ദി സൊസൈറ്റി. അത് എവിടെ നിന്ന് തന്നെ അക്വയർ ചെയ്യണം? സൊസൈറ്റിയിൽ നിന്ന് തന്നെ അവരത് അക്വയർ ചെയ്യണം. ആൻഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഫ്രം വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫ്രം വേരിയസ് ബാങ്ക്സ്, ഫ്രം വേരിയസ് other money lending institutions, so they can acquire this money. ഓക്കെ, അവർക്ക് മണി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ആണ്. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൻ്റെ ഒരു നെസസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ മണി റിക്വയർമെൻറ്റ്സ്, മണി റിസോഴ്സസ് അക്വയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അക്വയർ ചെയ്യണമെങ്കിൽ സൊസൈറ്റിയുടെ ഹെൽപ്പ് നമുക്ക് മതിയായേ തീരൂ, അല്ലേ? അവരില്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് റിസോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് മണി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കളക്ട് ചെയ്യാൻ സാധിക്കില്ല. സോ ദാറ്റ്സ് അബൌട്ട് ആംപിൾ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബിസിനസ് ലീഡർഷിപ്സ്. ബിസിനസ് ലീഡർഷിപ്പ്. ആൻഡ് വാട്ട് മീൻ ബൈ ബിസിനസ് ലീഡർഷിപ്പ്? എല്ലാ ബിസിനസ്സുകളും ലീഡേഴ്സാണോ? അല്ലേ? ചില ബിസിനസ് വൈൽ കൺസിഡറിങ് എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി, ഒരു പ്രത്യേക ഇൻഡസ്ട്രീന്ന് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ ലീഡേഴ്സ് ആയിരിക്കില്ല. ദർ ആർ സം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ദർ ആർ സം organizations, they took the leadership in that industry. They may be the contributors or major contributors to the market. മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ചിലപ്പോൾ കുറച്ചും കൂടി ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അവർക്ക് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന റീസൺ എന്ന് പറയുന്നത് അവർ കൂടുതൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ ഒരു ലീഡർഷിപ്പ് അവർക്ക് എന്ത് ചെയ്യുന്നത്, കൈവരുന്നത്, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ലീഡേഴ്സായി മാറാൻ പറ്റാത്തതിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഇൻഡസ്ട്രി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് വി ആർ ടേക്കിംഗ് ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആൻഡ് ദർ ആർ സോ മെനി തൗസൻഡ്സ്, 10,000s or lakhs of business concerns in that industry, but all of them are not leaders. എല്ലാവരും ലീഡേഴ്സ് ആണോ? അല്ല. There are certain types of business concerns.
peculiar concern, they took the leadership in that particular industry. അവർക്കാണ് ലീഡർഷിപ്പ് വരുന്നത്. എന്തുകൊണ്ടാണ് ആ ലീഡർഷിപ്പ് വരുന്നത്? അതിന് കാരണങ്ങൾ പലതുണ്ടായിരിക്കാം. അതിലൊരു കാരണമാണ് എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലുള്ള ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ മറന്നുകൂടാ, അത് നമ്മൾ കണക്കിലെടുക്കാതെ ഇരിക്കരുത്. വി മേ ഹാവ് companies taking up issues like AIDS control as their social responsibility and serving the nation. An example to be emulated by all businessmen. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ചില ബിസിനസ് സ്ഥാപനങ്ങൾ ചില സോഷ്യൽ പ്രോബ്ലങ്ങളിൽ, അതിലൊരു ഉദാഹരണമാണ് എയ്ഡ്സ് പോലുള്ള സോഷ്യൽ പ്രോബ്ലങ്ങളിൽ, എയ്ഡ്സ് അതിനെ എങ്ങനെയാണ് നമുക്ക് പബ്ലിക്കിന് അവെയർനെസ് കൊടുക്കാനായിട്ട് സാധിക്കുക, അത് എങ്ങനെയാണ് മാക്സിമം സെമിനാറുകൾ ഈവൺ ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ആളുകൾക്ക് പോലും എങ്ങനെ എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള ആ ഒരു അവെയർനെസ് കൊടുക്കാനായിട്ട്, അതൊക്കെ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗ്രേറ്റർ ലീഡർഷിപ്പ് അവർക്ക് അവരുടെ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എടുക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് legislation alone won't suffice. And everyone knows that legislation will not solve every problem faced by the country, and government cannot successfully enact laws to deal with every aspect of people's needs, and business enterprises can rise to the occasion in matters like giving up cutthroat competition, holding the price line, and all those things. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 9ാമത്തെ പോയിന്റിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, പലപ്പോഴും ലെജിസ്ലേഷൻ എന്നുള്ളൊരു സംഭവം നേരത്തെ നമ്മൾ പറഞ്ഞു, ദർ ആർ സോ മെനി ആക്ട്സ് and there are so many guidelines, there are so many regulations for controlling the functioning of a business organization, and for compulsorily admitting them to do all these socially responsible activities. But that's not enough. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ലെജിസ്ലേഷനുകളെ കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ആക്റ്റുകളും പലതരത്തിലുള്ള റൂൾസുകളും നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. എങ്കിലും ഈ സൊസൈറ്റിയിൽ, ഈ രാജ്യത്ത് എന്ത് നടക്കുന്നുണ്ട്, കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല. ഇവിടെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഒരുപാട് ആക്റ്റുകളും ഒരുപാട് റൂൾസുകളും റെഗുലേഷൻസ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്പൽസറിലി നടപ്പിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം അങ്ങനെ കുറേ റൂൾസും റെഗുലേഷൻസും ഉണ്ടായതുകൊണ്ട് മാത്രമൊന്നും ആൾക്കാർ എന്ത് ചെയ്യില്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ചെയ്യണമെന്നില്ല. അത് ആർക്ക് തന്നെ തോന്നേണ്ടതാണ്. ബിസിനസ് കൺസേണുകൾക്ക് തന്നെ സ്വയമേവ തോന്നി ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ വരുന്നുണ്ട്. സോ ബൈ ദാറ്റ് വി ക്യാൻ ഇംപ്രൂവ് the responsibility feeling of all the business organization, and all of them will do these functions relating to CSR എന്നാണ് നമ്മളവിടെ ഈ 9ാമത്തെ പോയിന്റിൽ പറഞ്ഞു നിർത്തുന്നത്. സോ ദീസ് ആർ ദ 9 important points which are the arguments in favor of corporate social responsibility. ഈ 9 പോയിന്റ്സ് നമ്മൾ എന്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ളതാണ് കണ്ടത്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ അനുകൂലിച്ചുകൊണ്ടുള്ള പോയിൻറ്റ്സാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിനെ പ്രതികൂലിച്ചുകൊണ്ട് എന്തൊക്കെ പോയിൻറ്റ്സാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Against social responsibility. Here also there are 8 important points which are against the social responsibility. The first one is it's a cause for distraction. This social responsibility is always a cause for distraction of the businessmen. The core aim of all the business person is to maximize their profit. When they are
they are compelled to do all these socially important and socially responsible factors, they will be distracted from their main aim or from their core aim. അല്ലെ, അവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരെ കൊണ്ട് നിർബന്ധിച്ച് നമ്മൾ ഈ വക കാര്യങ്ങൾ, ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് വരുമ്പോൾ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നോക്കാനായിട്ട് നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ, അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവർ ചെയ്തോളും. സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അല്ലെ ഗവൺമെൻറ് ഉണ്ട്, ഗവൺമെൻറ് ഏജൻസികളുണ്ട്, ഇവരൊക്കെ ഉണ്ട്. നമ്മളെന്തിനാ വേണ്ടാത്ത പണിക്ക് പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ബിസിനസ് പേഴ്സൺ അവർക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവരെന്നെ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. റിസോഴ്സസ് അക്വയർ ചെയ്യാനും അത് വേണ്ട വിധം അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനും വേണ്ട രീതിയിൽ അത് ഫങ്ഷൻ ചെയ്യാനും ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ തന്നെ അവർക്ക് പാടാണ്. അതിൻ്റെ ഇടയിൽ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഗതികൾ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോവും. അതും പറ്റില്ല ഇതും പറ്റാത്തൊരവസ്ഥയിലേക്ക് അവരെന്ത് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് റീസൺ ഓർ ഫസ്റ്റ് ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് പോയിന്റ് ഈസ് ബർഡൻ ഓൺ കൺസ്യൂമേഴ്സ്. ബർഡൻ ഓൺ കൺസ്യൂമേഴ്സ്. Sometimes when the business concerns are doing all those social responsibilities, അവർക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ചിലപ്പോൾ ഇൻക്രീസ്ഡ് പ്രൈസിൻ്റെ രൂപത്തിൽ ആരുടെ മുകളിൽ ചുമത്താൻ വഴിയുണ്ട്? കൺസ്യൂമേഴ്സിൻ്റെ മുകളിൽ ചുമത്താൻ വഴിയുണ്ട്. എംപ്ലോയീസിൻ്റെ സാലറി കൂട്ടി, എന്നാൽ കൺസ്യൂമേഴ്സിൻ്റെ ഈടാക്കാം. സപ്ലയേഴ്സിന് സമയത്തിന് നമ്മൾ പൈസ തിരിച്ചു കൊടുത്തു, അങ്ങനെയാണെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തുനിന്ന് ഈടാക്കാം. കാരണം റവന്യൂ നമുക്ക് കിട്ടുന്നത് ആരുടെ ഭാഗത്തു നിന്നാണ്? കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക? കൺസ്യൂമേഴ്സിൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് മാക്സിമം എന്താക്കാൻ പറ്റുള്ളൂ? ഈടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും അവസാനം ആരുടെ തലയിൽ ഒരു ബർഡനായിട്ട് വരാൻ വഴിയുണ്ട്? കൺസ്യൂമേഴ്സിൻ്റെ തലയിൽ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്രീ എക്സിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ. Pre-existing obligation. And what do you mean by pre-existing obligation? Pre-existing obligation means that already this socially responsible functions are performing by the organizations. It's not a compulsion. And ഗവൺമെൻറ് അത് പറയുന്നത് കൊണ്ട് മാത്രമൊന്നുമല്ല അവർ ചെയ്യുന്നത്. അത് ഒരു പ്രീ ഒബ്ലിഗേഷനായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റെടുത്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ ബിസിനസ് ഓർഗനൈസേഷനുകളിലും എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ പ്രോഗ്രാംസ്, കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ പ്രോഗ്രാംസ്, അതുപോലെ സപ്ലയേഴ്സിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതിന് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ധാരണയും അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനുകളിലും എടുക്കുന്നുണ്ട്. അതേസമയം ചിലപ്പോഴെങ്കിലും ചില എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് മാത്രമേ ഈ ഒരു കോർ പോയിന്റിൽ നിന്നും ആര് വഴുതി മാറുന്നുള്ളൂ? ബിസിനസ് ഓർഗനൈസേഷനുകൾ വഴുതി മാറുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന സംഭവം. അവിടെ പ്രീ ഒബ്ലിഗേഷൻസ് അവിടെയുണ്ട്. പിന്നെയും അവരെ കൊണ്ട് സോഷ്യൽ റെസ്പോൺസിബിൾ മാറ്റേഴ്സ് എന്ത് ചെയ്യിക്കേണ്ട കാര്യമില്ല? ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി നാലാമത് നമ്മൾ പറയുന്നത് social considerations actually interfere in the process of decision making. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ചിലപ്പോഴെങ്കിലും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കാതലായിട്ടുള്ള ധർമ്മത്തിനെ എന്ത് ചെയ്യാറുണ്ട്? അതിനൊരു വിലങ്ങുതടിയായിട്ട് പലപ്പോഴും വരാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക. ഡിസിഷൻ മേക്കിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ടു ബി പെർഫോംഡ് ബൈ ദ മാനേജർ. And it should be timely taken, decisions should be timely taken and it should be timely implemented. Then only നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യുള്ളൂ? കിട്ടുള്ളൂ. അതേസമയം ഈ സോഷ്യലി റെസ്പോൺസിബിൾ മാറ്റേഴ്സിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് പലപ്പോഴും മാനേജേഴ്സിന് അവരുടെ മെയിൻ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാതെ വരികയും അതിനനുസരിച്ച് അത് ഡിസിഷൻ മേക്കിങ്ങിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ബാധിക്കുകയും ചെയ്യും. And the next one is moral commitment to owners. Moral commitment to owners. The shareholders of the business have invested their fund to earn reasonable dividends on their investment. The concept of social responsibility comes in the way of this moral commitment of business to the owners. അതായത് ഓണേഴ്സ് എന്ന് പറയുന്ന, അതായത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്.
അതേസമയം ബിസിനസ് ഓർഗനൈസേഷനുകൾ ബാക്കിയുള്ള സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് ഓണേഴ്സിനോട് പാലിച്ച അല്ലെങ്കിൽ ഓണേഴ്സിനോട് പറഞ്ഞ വാക്കാണ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരിക, തെറ്റിക്കേണ്ടി വരിക. അവർക്ക് പലപ്പോഴും വേണ്ടത്ര ഡിവിഡൻഡോ വേണ്ടത്ര ക്യാപിറ്റൽ അപ്രീസിയേഷനോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഉറപ്പ് വരുത്താനായിട്ട് പറ്റാത്തൊരവസ്ഥ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നേരിടേണ്ടി വരും. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്ത പോയിന്റിൽ പറയുന്നത് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന CSRന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന പോയിന്റിൽ പറയുന്ന നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റ്സ് ഡ്യൂട്ടി. ഇറ്റ് ഈസ് എ ഗവൺമെൻറ്റ്സ് ഡ്യൂട്ടി ടു ഡു ഓൾ ദീസ് തിങ്സ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഗവൺമെൻറ്റാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്കീമുണ്ട്, അവർക്ക് ഫണ്ട് ഉണ്ട്, അവരാണ് ടാക്സ് പിരിക്കുന്ന ആൾക്കാർ. സോ അവർക്ക് അവരുടേതായിട്ടുള്ള അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഈ ഒരു കോൺസെപ്റ്റ് അവർക്ക് ഫങ്ഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അവർ വേറെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ കൂട്ടൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നെക്സ്റ്റ് വൺ, 7th one is initiative. It automatically this socially responsible things will sometimes kill the initiative of the manager. Initiative എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ പുതിയ ആശയങ്ങൾ സ്വരൂപിക്കാനും പുത്തൻ പ്രോഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാനും പുത്തൻ പ്രോസസ്സുകളെ കുറിച്ച് ഡിഫൈൻ ചെയ്യാനും ഒക്കെ മാനേജേഴ്സ് എടുക്കേണ്ട സമയം പലപ്പോഴും അവരെന്തിനു വേണ്ടി വിനിയോഗിക്കുകയാണ്, ഈ സൊസൈറ്റിയുടെ പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ വേണ്ടി വിനിയോഗിക്കുകയാണ്. സോ ഇനീഷ്യേറ്റീവ് തന്നെ പലപ്പോഴും എന്ത് ചെയ്ത് പോകുന്ന അവസ്ഥ, നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ്, 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേഗ് കോൺസെപ്റ്റ്. ഈ സോഷ്യലി റെസ്പോൺസിബിൾ തിങ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വേഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. വേഗ് മീൻസ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ക്ലിയർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ഇത് എങ്ങനെ ചെയ്യണം, എത്ര രൂപ അതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഏതൊക്കെ ഫംഗ്ഷൻ, നമ്മളിപ്പോൾ നേരത്തെ കുറേ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ പഠിച്ചു. എങ്കിലും ഇവിടെ ആർഗ്യൂ ചെയ്യുന്നവർ പറയുന്നത് ഇതാണ്, ഇത് നമ്മൾ പറയുന്ന പോയിന്റുകളല്ല, ഇത് എഗെയിൻസ്റ്റ് ആയിട്ട് ആർഗ്യൂ ചെയ്യുന്നവർ പറയുന്ന പോയിന്റ്സ് ആണ്. ഏതാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നില്ല എന്ന് CSR എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നില്ല. ദ എൻറ്റയർ ഐഡിയ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇസ് എ വേഗ് കോൺസെപ്റ്റ് ആൻഡ് ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് quite different ideas about this concept. As there is no clear-cut definition and process of conducting various social activities, nothing can be imposed on businesses. ഒന്നും തന്നെ നമുക്ക് ഒരു ക്ലിയർ കട്ട് അല്ലാത്ത ഒരു ഡെഫിനിഷനും ക്ലിയർ അല്ലാത്തൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു കാര്യവും നമുക്കവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇൻസിസ്റ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന 8ാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് ദിസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ കുറച്ച് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ദിസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. സോ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ വീണ്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, താങ്ക് യു.